ഓം ശാന്തി. ഇൻഡിഗോ മെഡിറ്റേഷൻ അഥവാ തേർഡ് ഐ മെഡിറ്റേഷൻ അല്ല എങ്കിൽ എൻലൈറ്റനിങ് മെഡിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെഡിറ്റേഷനാണ്. ആജ്ഞാചക്ര ശരീരത്തിന്റെ ഇരുപുരികങ്ങൾക്കും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്ര, ഇതിനെ പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി, ആക്ടിവേറ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ അഭ്യസിക്കുന്നത്. പ്രാണമുദ്രയും ഒപ്പം തന്നെ ബ്രീത്തിങ് എക്സസൈസും നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു. ബ്രീത്തിങ് എക്സസൈസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓം ധ്വനിയോട് കൂടി, ഇൻഡിഗോ കളർ വിഷ്വലൈസേഷനോട് കൂടിയാണ് ചെയ്തത്. നമുക്കറിയാം ഓം ധ്വനിയുടെ പ്രാധാന്യം എത്രമാത്രമാണ് എന്നുള്ളത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആജ്ഞാചക്രയെയും അതേപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തെയും വളരെ ശക്തമായ പ്രകമ്പനങ്ങൾ കൊള്ളിക്കാൻ ഓം ധ്വനി കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ആജ്ഞാചക്ര പൂർണ്ണമായും തുറക്കപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെയധികം അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്നതായി തന്നെ നമുക്ക് അനുഭവമാകും. ശരീരവും മനസ്സും എനർജി കൊണ്ട് നിറഞ്ഞ് വളരെ ഉണർവും ഉത്സാഹവും ഉന്മേഷവും നിറഞ്ഞ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. മാത്രവുമല്ല, നമ്മളുടെ ബ്രെയിൻ, ആ ബ്രെയിനിന്റെ 95% ഭാഗവും നമുക്ക് ക്രിയേറ്റീവായ, രചനാത്മകമായ, അതായത് മറ്റുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന, നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി നമ്മുടെ ഇച്ഛാശക്തിയെ, ആഗ്രഹങ്ങളുടെ എണ്ണം കുറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു 10% മാത്രമേ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വരികയുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ വിൽ പവർ വർദ്ധിക്കുകയാണ്, മനസ്സിന്റെ ശക്തി വർദ്ധിക്കുകയാണ്, ബുദ്ധി ബലം വർദ്ധിക്കുകയാണ്. നമുക്ക് ലോകത്തിലെ ഏതൊരു വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും അതിനെ നമുക്ക് സഹജമായി പരിഹരിക്കാൻ സാധിക്കും. കാരണം നമ്മള് ആജ്ഞാചക്ര ഓപ്പൺ ആകുന്ന സമയത്ത് ജ്ഞാനമാണ്, അറിവാണ്, അറിവാകുന്ന പ്രകാശം ലഭിക്കും തോറും നമ്മുടെ മുന്നിലുള്ള പരിതസ്ഥിതികള്, സംഭവങ്ങള്, ആ സംഭവങ്ങളെ മാത്രം ആധാരമാക്കി, ആ പ്രസന്റ് ടൈമിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണോ അതിന്റെ ആധാരത്തിൽ മാത്രമായിരിക്കില്ല നമ്മുടെ റിയാക്ഷൻ. നമ്മൾ എപ്പോഴും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇത് മൂന്നും ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ളവരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രശ്നങ്ങളും യാതൊരു പരസഹായവും കൂടാതെ, അതായത് മറ്റൊരാളുടെ ആശ്രയം എടുക്കാതെ തന്നെ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ആജ്ഞാചക്ര ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളാണ്. ഇനി ആജ്ഞാചക്ര നമ്മുടെ ബുദ്ധിശക്തിയെ അത്രമാത്രം വർദ്ധിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെ വളരെയധികം സ്ട്രോങ് ആക്കി മാറ്റുകയാണ്. കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നു. വയസ്സായിട്ടുള്ള ആൾക്കാര്, കണ്ണട വെച്ച് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ അഭ്യാസം ചെയ്യുന്നതിലൂടെ, ആജ്ഞാചക്ര തുറക്കപ്പെടുന്നതിലൂടെ കണ്ണട മാറ്റി വായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്രയും നമ്മുടെ കണ്ണിന്റെ വെളിച്ചം വർദ്ധിക്കുകയാണ്. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തലവേദന, പിന്നെ ഭൂരിഭാഗം പേരിലും കാണുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. അപ്പൊ ഈ അസുഖങ്ങളും നമ്മുടെ നാഡീ വ്യവസ്ഥ മുഴുവൻ സ്ട്രോങ് ആകുന്നതോടുകൂടി, എനർജറ്റിക് ആകുന്നതോടുകൂടി ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് ചിന്തകൾ കാരണം പലർക്കും രാത്രി സമയത്ത് ഉറക്കം വരാറില്ല. അപ്പൊ നോക്കുക, നമ്മുടെ ശരീരം മുഴുവൻ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്, മനസ്സും ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഒരുപാട് ചിന്തകളോ ഒന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് രാത്രി സുഖമായിട്ട് ഉറങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. ഉറക്കമില്ലായ്മ എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് മുക്തമാകാനും നമുക്ക് സാധിക്കുന്നതാണ്. ആജ്ഞാചക്രയുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ഉന്നതി തന്നെയാണ്, ആത്മീയ ശക്തികളുടെ വർധനവ് തന്നെയാണ്. ജ്ഞാനത്തെ സഹജമായി മനസ്സിലാക്കിയെടുക്കാൻ,
അത് കേട്ടാലും അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ജ്ഞാനത്തെ, സത്യതയെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി എടുക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ആജ്ഞാചക്രയാണ്. അപ്പോ ഈ ആജ്ഞാചക്ര അടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരുടെ മേൽ ദോഷാരോപണം നടത്താതിരിക്കുക. എന്ത് സംഭവിക്കുന്നുവോ എൻ്റെ ജീവിതത്തിൽ അതിന് ഉത്തരവാദി മറ്റൊരാളാണ്, എൻ്റെ ദുഃഖത്തിന്റെ കാരണം മറ്റൊരാളാണ് എന്ന് ചിന്തിക്കാതെ സ്വയം തൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കുറവുകൾ കാരണമാണ് എന്ന് മനസ്സിലാക്കി ആ കുറവിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ പരചിന്തനം, പരദൂഷണം, പരദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയം വെറുതെ പാഴാക്കാതിരിക്കുക. ഒരിക്കലും മറ്റുള്ളവരോട് വാശി, വൈരാഗ്യം, വെറുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഇടപഴകുക, ശാന്തതയോടുകൂടി പെരുമാറുക. ഒരിക്കലും എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, എന്നെക്കൊണ്ട് കഴിവില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയുള്ള നിരാശാജനകമായ ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാതിരിക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഞാൻ ഈശ്വരന്റെ സന്താനമാണ്, ഈശ്വരന്റെ കുട്ടിയാണ്. അപ്പൊ ഈശ്വരന്റെ കുട്ടിയായ ഞാൻ ഏറ്റവും അധികം വിശേഷതകൾ കൊണ്ട് നിറഞ്ഞ ഒരാള് തന്നെയാണ്. ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി ലോകത്തിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി, ഏറ്റവും എൻലൈറ്റൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് മനസ്സിലാക്കി വളരെയധികം സന്തോഷത്തോടു കൂടിയിരിക്കുക, ഉന്മേഷത്തോടു കൂടിയിരിക്കുക. അപ്പൊ ഇതെല്ലാം ആജ്ഞാചക്ര അടഞ്ഞു പോകുന്നതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും ആജ്ഞാചക്ര പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, ഇൻഡിഗോ കളർ വിഷ്വലൈസേഷനോട് കൂടി. അപ്പൊ നമുക്കറിയാം പ്രാണമുദ്ര, പെരുവിരലും ചെറുവിരലും മോതിരവിരലും, ചൂണ്ടുവിരലും നടുവിരലും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, കാലുകൾക്ക് മുകളിലായി വെക്കുക. നമുക്ക് ഓം ധ്വനിയോട് കൂടി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇൻഡിഗോ കളർ വിഷ്വലൈസ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുമ്പോൾ ജ്ഞാനത്തിന്റെ ശക്തി, ഉണർവും ഉത്സാഹവും, എനർജി ബ്രെയിൻ മുതൽ കാലിന്റെ അറ്റം വരെ നിറയുന്നതായിട്ട് ശ്വാസത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നതായി നമുക്ക് ചിന്തിക്കാം. ഒപ്പം തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ടോക്സിൻസ്, മനസ്സിലും വരുന്ന ടോക്സിൻസ്, വിചാരങ്ങളുടെ ടോക്സിൻസ്, ഇതെല്ലാം എക്സേൽ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് എയർ ആയിട്ട്, കറുത്ത പുകയുടെ രൂപത്തില് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ഓം ധ്വനിയോടുകൂടി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, ഓം, 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 ഇങ്ങനെ നമ്മൾ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചെയ്യാം.
അല്ലെങ്കിൽ മിനിമം ഡെയിലി ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്കിത് അഭ്യസിക്കണം. അപ്പൊ നമുക്ക് തന്നെ ആ ഒരു വ്യത്യാസം, ഒരു പ്രകമ്പനങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് പ്രാണമുദ്രയിലിരുന്ന് മെഡിറ്റേഷൻ അഭ്യസിക്കാം. ആജ്ഞാചക്ര ഓപ്പൺ ആകുന്ന അനുഭവം ചെയ്യാം. ഓം ശാന്തി. വിശാലമായ ഈ ലോകത്തിൽ ഞാൻ ഏകാന്തതയിലിരിക്കുകയാണ്. എനിക്ക് ചുറ്റും യാതൊരു ശബ്ദങ്ങളുമില്ല, ചലനങ്ങളുമില്ല. ഡീപ് സൈലൻസ്. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്കൊരു യാത്ര നടത്തുകയാണ്. പഞ്ചതത്വങ്ങളുടെ ഈ ശരീരത്തിൽ, ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജമാണ് ഞാൻ. വജ്രം പോലെ തിളങ്ങുന്ന ആത്മാവാകുന്നു ഞാൻ. പഞ്ചതത്വങ്ങളുടെ ഈ ഭൗതിക ശരീരം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഞാൻ ആത്മാ, അവിനാശിയായ ഒരു പ്രകാശമാണ്. ഞാൻ പുരികമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ചൈതന്യമായ സത്യമായ പ്രകാശം. ആത്മാവാകുന്ന ഞാനാണ് ഈ മുഴുവൻ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ സ്പിരിച്വൽ എനർജി നൽകുന്നത്. ഞാൻ ആത്മാവ് സ്വയം എന്നെ തന്നെ ചാർജ് ചെയ്യുന്നത് പവർ ഹൗസായ പരമാത്മാവിൽ നിന്നുമാണ്. ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഇപ്പോൾ ആ സുപ്രീം പവറിലേക്ക് യോജിപ്പിക്കുകയാണ്. കാണൂ, എൻ്റെ ശിരസ്സിന് മുകളിലായി മഹാജ്യോതി, സുപ്രീം ലൈറ്റ്, പരമപ്രകാശം അതിതേജസ്സോടുകൂടി നിൽക്കുകയാണ്. 4 ഭാഗത്തേക്കും പ്രകാശം വ്യാപിപ്പിച്ചുകൊണ്ട് ആ പ്രകാശത്തിൽ നിന്ന് എന്നിലേക്ക് ഒരു ഫൗണ്ടെയിൻ പോലെ അതിശക്തമായ പ്രകാശം ഒഴുകി വരുന്നു. അതെൻ്റെ ശിരസ്സിൽ പതിക്കുകയാണ്. ശിരസ്സിൽ നെറുകയുടെ ഭാഗത്തുള്ള സഹസ്രാര ചക്ര ഈ എനർജിയാൽ പതുക്കെ പതുക്കെ ഓപ്പൺ ആകുന്നു. ആയിരം ഇതളുകളുള്ള താമര പുഷ്പത്തെ പോലെ സഹസ്രാര ചക്ര വിടർന്നു നിൽക്കുകയാണ്. എനർജി
സഹസ്രാര ചക്രയിൽ നിന്ന് നേരെ ആത്മാവാകുന്ന ജ്യോതിയിലെത്തിച്ചേരുന്നു. ആത്മാവാകുന്ന ഞാൻ എനർജി കൊണ്ട് നിറയുകയാണ്. ആത്മാവിൽ നിന്നും കിരണങ്ങൾ നേരെ ആജ്ഞാചക്രയിലേക്ക് എത്തുന്നു. ഇൻഡിഗോ നിറത്തിലുള്ള, കടും നീല നിറത്തിലുള്ള പ്രകാശം, ജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ ആജ്ഞാചക്രയിൽ നിറയുകയാണ്. ആജ്ഞാചക്ര ഇപ്പോൾ ചാർജ് ആകുന്നു. ആജ്ഞാചക്രയിലുള്ള എല്ലാ ബ്ലോക്കുകളും സമാപ്തമാകുന്നു. എൻ്റെ ആജ്ഞാചക്ര തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആജ്ഞാചക്രയിൽ നിന്നും ഊർജം എല്ലാ ഭാഗത്തേക്കും പ്രവഹിക്കുകയാണ്. കണ്ണുകളിലേക്ക് ഊർജം നിറയുന്നു. കണ്ണുകളിലെ പ്രകാശം വർദ്ധിക്കുകയാണ്. കാഴ്ചശക്തി വർദ്ധിക്കുകയാണ്. കണ്ണിൻ്റെ മറ്റെല്ലാ പ്രോബ്ലംസും ഇല്ലാതാവുകയാണ്. എൻ്റെ നെർവസ് സിസ്റ്റത്തിലേക്ക് മുഴുവൻ ഊർജം എത്തിച്ചേരുന്നു. എല്ലാ നാഡീഞരമ്പുകളും ഊർജം കൊണ്ട് നിറയുകയാണ്. കടും നീല നിറത്തിൽ എനർജി നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ നാഡീവ്യവസ്ഥ ശക്തമാകുന്നതോടുകൂടി തലവേദന, മൈഗ്രെയിൻ മുതലായ അസുഖങ്ങളെല്ലാം ഇല്ലാതാകുന്നു. ഊർജം നിറയുന്നതിനനുസരിച്ച് എൻ്റെ ചിന്തകൾ കുറയുകയാണ്. ടെൻഷൻ സമാപ്തമാവുകയാണ്. ഞാൻ നിശ്ചിന്തമാവുകയാണ്. എൻ്റെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നു. ഉൾക്കാഴ്ച വർദ്ധിക്കുകയാണ്. എന്നിൽ ആത്മീയ ശക്തികൾ വികസിക്കുകയാണ്. എൻ്റെ ആജ്ഞാചക്ര ഇപ്പോൾ പൂർണ്ണമായും തുറക്കപ്പെട്ട് നല്ല രീതിയിൽ ഊർജം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം പവറിൽ നിന്ന്, പവർ ഹൗസിൽ നിന്ന് ഊർജം, ശക്തമായ കിരണങ്ങൾ വെളുത്ത പ്രകാശരൂപത്തിൽ സഹസ്രാര ചക്ര വഴി ആത്മാവിലെത്തിച്ചേരുകയാണ്. ഈ വെളുത്ത പ്രകാശകിരണങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് സപ്തവർണ്ണങ്ങളായി വേർതിരിയുകയാണ്. സപ്തവർണ്ണങ്ങളിലുള്ള തരംഗങ്ങൾ ശരീരത്തിലെ ഓരോരോ ഊർജ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ചുവന്ന നിറത്തിലുള്ള ശക്തിയുടെ തരംഗങ്ങൾ മൂലാധാര ചക്രയിലേക്ക് എത്തുകയാണ്. മൂലാധാര ചക്ര ഇപ്പോൾ ശക്തമായി പ്രവർത്തിക്കുന്നു. മൂലാധാര ചക്ര വഴി ഊർജം ശരീരത്തിലുള്ള എല്ലുകളിലേക്കും മാംസപേശികളിലേക്കും ഭൂമി തത്വത്തിലേക്ക് മുഴുവൻ എത്തിച്ചേരുകയാണ്. എൻ്റെ സ്കെൽട്ടൺ സിസ്റ്റം ഇപ്പോൾ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ്.
ഓറഞ്ച് നിറത്തിലുള്ള പവിത്രതയുടെ കിരണങ്ങൾ സ്വാദിഷ്ഠാന ചക്രയിലേക്ക് എത്തുന്നു. സ്വാദിഷ്ഠാന ചക്ര ഇപ്പോൾ ചാർജ് ആവുകയാണ്. ഊർജം നിറഞ്ഞ് ശരീരത്തിലെ മുഴുവൻ ബ്ലഡിലേക്കും റീപ്രൊഡക്ടറി സിസ്റ്റത്തിലേക്കും എനർജി എത്തിച്ചേരുന്നു. എൻ്റെ മുഴുവൻ ബ്ലഡും ക്ലീൻ ആവുകയാണ്, പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. റീപ്രൊഡക്ടറി സിസ്റ്റവും ക്ലീൻ ആവുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ കാണൂ, ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള കിരണങ്ങൾ മണിപൂരക ചക്രയിൽ നിറയുന്നതായി. സുഖത്തിൻ്റെ കിരണങ്ങൾ മണിപൂരക ചക്ര വഴി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് മുഴുവൻ എത്തിച്ചേരുന്നു. എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം സുഖത്തിൻ്റെ കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചാർജായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച നിറത്തിലുള്ള കിരണങ്ങൾ ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രയിലേക്ക് എത്തുന്നു. അനാഹത ചക്ര ഇപ്പോൾ പൂർണ്ണമായും ഓപ്പണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാഹത ചക്ര വഴി ഊർജം ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ചെസ്റ്റിലേക്കും എല്ലാം നിറയുന്നു. എൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം മുഴുവൻ പച്ച നിറത്തിലുള്ള സ്നേഹത്തിൻ്റെ ഊർജം കൊണ്ട് നിറയുകയാണ്. വീക്കായിരിക്കുന്ന ഈ എല്ലാ ഇന്ദ്രിയങ്ങളും ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു. എല്ലാ രോഗങ്ങളും സമാപ്തമാകുന്നു. ഇളം നീല നിറത്തിലുള്ള ശാന്തിയുടെ കിരണങ്ങൾ വിശുദ്ധി ചക്രയിലെത്തുകയാണ്. എൻ്റെ വിശുദ്ധി ചക്ര ഇപ്പോൾ പൂർണ്ണമായും ആക്റ്റീവാണ്. എനർജി കൊണ്ട് നിറഞ്ഞ വിശുദ്ധി ചക്ര ഊർജത്തെ കാതുകളിലേക്കും മൂക്കിലേക്കും തൊണ്ടയിലേക്കും എല്ലാം പ്രവഹിപ്പിക്കുന്നു. കൃത്യമായ ഊർജം എത്തിച്ചേരുകയാണ്. എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കുകയാണ്. ആജ്ഞാചക്ര വഴി എൻ്റെ നെർവസ് സിസ്റ്റം മുഴുവൻ സ്ട്രോങ് ആയിരിക്കുന്നു. ഇപ്പോൾ സഹസ്രാര ചക്രയിൽ ഊർജം നിറഞ്ഞു നിൽക്കുന്നു. അതിപ്പോൾ മുഴുവൻ ശരീരത്തിലും നിറഞ്ഞിരിക്കുകയാണ്. കാണൂ, എൻ്റെ ശരീരം മുഴുവൻ എല്ലാ ഊർജ കേന്ദ്രങ്ങൾ വഴി എത്തിച്ചേരുന്ന ഊർജം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി. ഞാനിപ്പോൾ വളരെ വളരെ ഹെൽത്തിയാണ്, പവർഫുള്ളാണ്. ഞാൻ എൻ്റെ മൂന്നാം നേത്രം തുറന്നിരിക്കുകയാണ്. അറിവാകുന്ന വെളിച്ചം കൊണ്ട്
എൻ്റെ ബുദ്ധിശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. ഓം ശാന്തി.